സൈഫുദ്ദീൻ, കരമന ജയൻ, വി രാഗേഷ് അടക്കമുള്ള BJP നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും സംസാരിക്കേണ്ടതില്ല, മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കൊടുക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. നമ്മളപ്പോഴും അതിന് അനുസരിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. എന്നാൽ ഈ സംഭവം ഉണ്ടാകുന്ന ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് കുറച്ച് ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അഴിച്ചുവിടുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇതിനുശേഷം ഈ BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അടക്കമുള്ള ആളുകൾ മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ട്. തങ്ങളുടെ നേതൃത്വത്തിന്റെ അറിവോടെ കൂടിയല്ല ജനങ്ങൾ ഇതിന് പിന്നിൽ എന്താണ് ഉണ്ടാകുക എന്നുള്ള പരിശോധിക്കുക, BJP അതിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്നുള്ള തണുപ്പം മറ്റുള്ള പ്രതികരണം മാത്രമാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഈ മരണത്തിൽ BJP വലിയ തോതിൽ പ്രതിരോധത്തിലായിട്ടുണ്ട് എന്നതിന്റെ കൃത്യമായ പ്രതിഫലനം തന്നെയല്ലേ ആ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കാണാനായത്. സഫ്വാൻ, ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ ഉള്ളടക്കം എന്താണതിൽ ഇദ്ദേഹം പറയുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ, സൂചനയെങ്കിലും? നമുക്ക് ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണെന്ന് അറിയുന്നില്ല. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിന് പിന്നാലെ ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാക്കുറിപ്പ് ഉടൻ തന്നെ പുറത്തു വരുമെന്ന് തന്നെയാണ് നമുക്കും അറിയാൻ കഴിയുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഈ അനിൽകുമാർ നേതൃത്വം നൽകുന്ന ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളത് സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നു, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് BJP ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അടക്കമുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രയാസത്തിലായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. സൈഫുദ്ദീൻ, ഈ പ്രയാസത്തിൽ BJP നേതൃത്വം തന്നെ സഹായിച്ചില്ല എന്നുള്ള ആരോപണമാണ് ഈ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായി എന്നാണ് പോലീസ് വിവരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കരമന ജയൻ അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. തങ്ങളുടെ ആഹ്വാന പ്രകാരമല്ല ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായിരുന്നത് എന്ന് അവർ മാധ്യമങ്ങൾക്ക് സംസാരിച്ച തൊട്ടടുത്ത ബുള്ളറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ദൃശ്യങ്ങളിൽ ഈ സംഭവം വിവരിക്കുകയായിരുന്നു. ആ സംഭവ സ്ഥലത്ത് നിന്ന് ഈ ആക്രമണം ഉണ്ടായിരുന്ന, അതായത് നമ്മുടെ മോശമായ പ്രതികരണമാണ് അവിടെ BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്.